Hi friends, welcome to Clara's Recipes. ഇന്നിവിടെ കൊത്തമ്പീർ വടിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മുടെ മല്ലിയിലെല്ലാം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പ്രധാന ഡിഷാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ഡിഷാണ് കേട്ടോ. ഇന്നും എൻ്റെ നീസാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും അതെങ്ങനെയാണ് ചെയ്യുക. ഇവിടെ 3 കപ്പോളം മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടേബിൾ ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഹാഫ് പോർഷനായിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇനി അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. അതായത് എന്താ പറയുക, കുറച്ച് നമ്മൾ അടയെല്ലാം ഉണ്ടാക്കൂലേ, ആ ഒരു പരുവം എന്നാണ്. നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്കതൊരു ഡോ പോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതേമാതിരി ഇതുപോലെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ കൂടെ തൂവി കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് എണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ കൊത്തമ്പീർ വടി നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ടും. ഇപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് നമ്മൾക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി അതിലേക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട്, ചെറുതല്ല അല്പം കുറച്ച് തിക്കോടായിട്ട് എടുത്തിട്ട് നമ്മൾക്ക് ആ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അതിലേക്ക് സ്റ്റീം ചെയ്തെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അത് ഇവിടെ നമ്മൾ മാവെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ചൊന്ന് എണ്ണ തടവിക്കൊടുക്കും. അത് മുകൾ ഭാഗം നമ്മളുടെ എന്താ പറയുക, ഒന്ന് ഡ്രൈ ആയിട്ട് അത് വിണ്ടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കുറച്ചിട്ട് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തൊന്ന് വേവിച്ചെടുക്കാം 15 മുതൽ 20 മിനിറ്റ് വരെ. ഇപ്പം ഇവിടെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾക്ക് നമ്മൾ നോക്കുമ്പോൾ അത് പിടിച്ചിട്ടില്ല. ഇപ്പോൾ അത് ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് അത് കട്ട് ചെയ്യുന്ന ഭാഗം കാണിക്കാതിരുന്നത്. ഇപ്പം നമ്മൾക്ക് ആവശ്യമുള്ള പീസസ് എങ്ങനെ വേണോ അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറായിട്ടോ എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതായത് കുറച്ചൊന്ന് ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന്
വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മളുടെ ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് സൈഡായിട്ട് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഉണ്ടാക്കി കഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ നമ്മൾ ബാക്കിയുള്ളത് കൂടെ അതേപോലെ സെയിം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ഡിഷായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമ്പർ വടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.